ഭൗതികമായ ധീഷ്ണപരതയുള്ള വ്യായാമം നല്ല രീതിയിൽ നടക്കുമ്പോഴാണ് കാര്യങ്ങൾ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയെന്ന് പ്രമുഖ സാഹിത്യകാരൻ ടി.ഡി. രാമകൃഷ്ണൻ പുന്നയൂർക്കുളം ചെറായി ക്രിയേറ്റീവ് കലാ സാംസ്കാരിക വേദി വായനശാല 28ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലച്ചോറിന് വ്യായാമം ചെയ്യണമെങ്കിൽ അത് പുസ്തക വായനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. വായനയുടെ അനുഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലേക്ക് നാം മാറണം. ഇന്റർനെറ്റിന്റെ മായിക ലോകം മാത്രമല്ല, അനുഭവങ്ങളുടെ സത്യങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ആന്തരികമായ അനുഭൂതി മനുഷ്യനെ അനുഭവവേദ്യമാവുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബുദ്ധിയുടെ വ്യായാമം കൃത്യമായിട്ട് നടക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഏതൊരു മേഖലയിലും, വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റ് തൊഴിൽ രംഗത്താണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും കഴിയും. ഈ തലച്ചോറിനുള്ള വ്യായാമമാണ് പുസ്തക വായനയിലൂടെ സംഭവിക്കുന്നത്. പുസ്തകം വായിക്കുന്ന നിങ്ങൾ കുറെ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെയാണ് കാണുന്നത്. പക്ഷേ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ മുമ്പിലേക്ക് കാണുമ്പോൾ അത് അർത്ഥമാക്കുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങളുടെ ബ്രെയിൻ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. വാർഡ് മെമ്പർ ശോഭ പ്രേമൻ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തലകശ്ശേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വായനശാല സെക്രട്ടറി എം റാണ പ്രതാപ്, സെക്രട്ടറി വി.ജി. വിഷ്ണു, എം.എസ്. ശരത്ത്, പി. സുനിൽകുമാർ, പ്രവ്യ പ്രബിൻ, എം.എം. ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയും അമ്പെയ്ത്ത് മത്സരത്തിൽ ജില്ലയിൽ നിന്ന് വിജയിച്ച് സംസ്ഥാന തലത്തിൽ മത്സരിച്ച കുട്ടികളെയും അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെയും അമ്മമാരുടെയും കലാപരിപാടികൾ അരങ്ങേറി. കെ. നീതു, M.H. ആനന്ദ്, നിതുൽ കൃഷ്ണ, നിതിൻ കൃഷ്ണ, M.G. രാജേഷ്, C.A. വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി. ആഘോഷ പരിപാടിയുടെ 2ാം ദിവസം ഘോഷയാത്രയും രാത്രി കൊച്ചിൻ നവദർശനയുടെ ഗാനമേളയും അരങ്ങേറും.